മനസ്സിലാക്കില്ല നമുക്കറിയാം. എനിക്കതൊരു ചാനൽ ഉണ്ടായിരുന്നു, അതിൻ്റെ പേരും ആറിൽ ഡെൻവോ എന്നായിരുന്നു. അതിപ്പോൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അത് പുതിയ യൂട്യൂബ് ചാനലാണ്, ആറിൽ ഡെൻവോ എന്നാണ് പേര്. പിന്നെ ലോഗും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ പോയിട്ടുണ്ട്. ഞാൻ അയച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടാണ്. ഇന്ത്യയിലുള്ള ലോകമല്ല ഇപ്പോഴത്തെ. അപ്പം നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഗസ്റ്റ് അക്കൗണ്ടാണ് സത്യം പറഞ്ഞ ഞാൻ ഇപ്പോൾ ഫ്രീ ഫയർ കളിക്കുന്ന അക്കൗണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാലേ നമുക്ക് ഇനി ഗൂഗിൾ അക്കൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഗൂഗിൾ അക്കൗണ്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലുള്ള പവറാക്കി ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ കളിച്ച് മാസം കാണിക്കാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റിന് നോക്കുകയാണെങ്കിൽ നമ്മൾ വിമാനത്തിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 50 പ്ലേയേഴ്സാണ് ഇതിൽ കാണിക്കുന്നത്. പക്ഷെ പ്ലെയിനിലാകെ കുറച്ച് പ്ലേയേഴ്സുള്ളൂ. ഏറിപ്പോൾ ഒരു 10-15 പ്ലേയേഴ്സ് കാര്യങ്ങളും നമ്മുടെ പ്ലെയിനിലുള്ളൂ. അപ്പം നമ്മൾ അതൊന്നും സീനില്ലാന്ന് വിചാരിച്ചു നമ്മൾ നേരെ ഇറങ്ങാൻ പോവാണ്. അപ്പം നമ്മൾ എങ്ങോട്ട് ഇറങ്ങുമെന്ന് നമ്മൾ മാപ്പിൽ നോക്കാൻ നിൽക്കായിരുന്നു. അപ്പം അവിടെയാണ് ഞാൻ കണ്ടത്. ഇപ്പം മാപ്പിലൊരു വലിയ സ്റ്റേഡിയം വരെ വന്നിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ഒരു മാപ്പിലൊരു സ്ഥലമായിരുന്നു, എനിക്കതിൻ്റെ പേര് ഇപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വെച്ചുപിടിക്കാന്നുള്ളൊരു മൈൻഡിൽ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ സ്റ്റേഡിയം കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. ഇനി നമുക്ക് നേരെ ഇറങ്ങിയിട്ട് നോക്കാം എങ്ങനെയുണ്ട് സംഭവം എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഈ അപ്ഡേറ്റ് വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഞാൻ ബാറ്റിൽ റോയൽ കളിക്കുന്നത്. ക്ലാസ് കോഡ് തന്നെ കളിച്ചിട്ടില്ല, കാരണം എൻ്റെ അക്കൗണ്ട് പോയി. ഓക്കെ, പിന്നെ ആഴ്ചനെ തിരിച്ചെടുക്കണം. എൻ്റെ വേറൊരു അക്കൗണ്ടുണ്ട്, അത് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്നിട്ട് നമുക്ക് അതിൽ പവർ കാണിക്കാം. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇറങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയത് മാഗാണ്. എന്തോ ഒരു സംഭവം മാക്ടൻ. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ നേരെ വെച്ച് പിടിക്കുകയാണ് ഫുള്ള് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ആക്സമേറ്റ് കിട്ടും, അതും എടുത്ത് പിന്നെ നമുക്ക് ഇവിടുന്നൊരു അതിൻ്റെ കുറച്ച് ആമോയും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മുടെ മാക്ടൻ്റെ. പിന്നെ ഇവിടെ കുറേ അരിച്ച് പറക്കി ഇടിക്കാൻ നോക്കുകയാണ് നമ്മൾ ഫുള്ള് ലൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങോട്ടൊരു എനിമി ഇങ്ങനെ പോകുന്നത് നമ്മൾ കണ്ടായിരുന്നു. അവനെവിടെ വെച്ചിട്ട് നോക്കുമ്പോൾ അവിടുന്ന് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവനെ അടിക്കാൻ നോക്കി, പക്ഷെ കൊണ്ടില്ല. അപ്പോൾ നമ്മൾ നൈസിൽ എക്സമേറ്റ് വെച്ച് ഒരു ഹെഡ് ഷോട്ട് അടിക്കാൻ നോക്കുമായിരുന്നു. അപ്പോൾ സൈഡിൽ ഒരുത്തനുണ്ടായിരുന്നു, അവൻ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടില്ല. പിന്നെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ എക്സമേറ്റ് വെച്ചിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കി, ബട്ട് കൊണ്ടില്ല. എന്നിട്ട് നമ്മളിവിടെ മറ്റേ ലാൻഡ് മൈൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അങ്ങോട്ട് കുടുങ്ങിക്കോളുമെന്ന് മൈൻഡിലാണ് ഞാൻ വെച്ചത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ചെക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവനെ തലയല്ല ബോഡി ഷോട്ട് അടിച്ചു. ഒരു 68 തലയാണെന്ന് തോന്നുന്നു, 68 ഹെഡ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് സൈഡിൽ നിന്ന് മറ്റവനെ അടിക്കുന്നുണ്ട്. അവനെ ജസ്റ്റ് ഒന്ന് ബോഡി ഷോട്ട് അടിച്ച് നൈസിൽ കൊന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആസിയേറ്റും MP40 കിട്ടിയിട്ടുണ്ട്. അതെടുത്ത് നമ്മൾ പീക്കൊക്കെ പോകാന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുകയാണ്. ഇവിടുന്ന് എനിമീസിനെ അങ്ങനെ ഇങ്ങനെ ഒന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ പുറത്തോട്ട് പോയേക്ക് അവിടെ എനിമീസ് ഉണ്ടാണ്. അപ്പോൾ പോണ വഴിക്കൊക്കെ ലൂട്ട് കാണുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ച് നമ്മൾ സാധനമൊക്കെ നോക്കുന്നുണ്ട്, ബട്ട് ഒന്നുമില്ല. അപ്പോൾ നോക്കണമെങ്കിൽ ഒരുത്തന്നെ ഇവിടെ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് പോയിട്ട് നൈസിലവനെടുത്ത് അടിച്ചങ്ങോട്ട് വിട്ടിട്ടുണ്ട്. 63 ഹെഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോഡി ഷോട്ടാണ്. ആൻഡ് ഇനി നമുക്ക് നേരെ പീക്കോട്ട് വെച്ച് പിടിക്കാം. ഇവിടെയുള്ള ലൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്, ബട്ട് ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒരു സംഭവം കണ്ടു ഞാൻ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുത്തനവിടെ എന്തായാലും നൈസിൽ അവനെ ഹെഡ് അടിച്ചിട്ടു. ഈ സംഭവം ഞാൻ ടെലപ്പോർട്ടാണെന്ന് വിചാരിച്ചു അതിന്മേൽ കയറിയതാണ്. പിന്നെയാണ് മനസ്സിലായത് നമ്മുടെ ഫുട്ബോളാണ്. ഫുട്ബോൾ, യെസ്. അപ്പോൾ ഫുട്ബോൾ എനിക്ക് എന്താ സംഭവം എനിക്ക് മനസ്സിലാക്കില്ലായിരുന്നു. പിന്നെ കണ്ടപ്പോൾ മനസ്സിലായത് ഇങ്ങനെ പോകാൻ പറ്റുന്ന സംഭവമാണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ പീക്കിലോട്ട് വെച്ചിങ്ങോട്ട് പിടിക്കാം. അപ്പം ഇവിടുന്ന് നേരെ നമ്മളെ ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് നോക്കിയിട്ട് നമ്മൾ പീക്കിലോട്ട് വെച്ച് പിടിക്കാൻ നോക്കുകയാണ്. ഓക്കെ, അപ്പം പീക്ക് പോകാൻ നിൽക്കുന്ന ടൈമിൽ നമ്മൾ ഇവിടുന്ന് ഒരു സ്റ്റോറിൽ പോയിട്ട് നമ്മളൊരു ബാഗ് വാങ്ങിയിട്ടുണ്ട്, ലെവൽ 4. കാരണം നമ്മുടെ സ്പേസില്ല. നമ്മൾ 2-3 ആമോയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ MP40 കുത്തിപ്പിടിക്കാനുള്ളതല്ലേ, പിന്നെ
ആമോ കഴിഞ്ഞ സീനല്ലേ. അതുകൊണ്ട് ആമും കാര്യങ്ങളും എടുത്ത് നമ്മളെ ബ്രെന്ന് പറഞ്ഞിട്ട് നമ്മളെ പീക്കൊക്കെ പോകാൻ നിൽക്കുകയാണ് ഗൈസ്. അപ്പൊ സൈഡിൽ എലിമെന്റാന്നൊക്കെ നോക്കിയായിരുന്നു. ഇവിടെ സൈഡിൽ എനിമീസിനൊന്നും കാണുന്നില്ല. ബാക്കില് അഥവാ അങ്ങനെ എനിമി ഉണ്ടെങ്കിൽ നമ്മൾക്ക് നൈസിൽ അവനെ തീർക്കാന്നുള്ള മൈൻഡിൽ നിൽക്കുകയാണ്. അപ്പൊ സൈഡും ബാക്കും ഒക്കെ നോക്കി അവിടെ ഒന്നും എനിമീസിനെ കാണുന്നില്ല. ഓക്കെ, അപ്പോ നമുക്ക് റെഡ് മാർക്ക് കണ്ടു. നമ്മളെന്താ നോക്കാണ്. എനിമി ആണെങ്കിൽ അവനെ അടിക്കാന്നുള്ളൊരു മൈൻഡിൽ നിൽക്കാണ്. ബട്ട് എനിമി എല്ലാം തോന്നുന്നു. ഇവിടെ ഒരു സാധനം അത് നമുക്ക് പൊട്ടിച്ചിട്ട് നേരെ പോവാം. ബാക്കിൽ എനിമീസിനെ ഒന്നും അവിടെ രണ്ടുപേരും ഫൈറ്റ് അടിക്കുന്നുണ്ട്. തോന്നിയതല്ല. അപ്പൊ ഓക്കെ, അപ്പൊ ഒരുത്തനെ അവൻ അടിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടിച്ചവൻ നൈസിൽ അങ്ങോട്ട് എടുക്കാം. അപ്പൊ നമുക്ക് നേരെ ഇനി പീക്കൊക്കെ വെച്ച് അങ്ങോട്ട് പിടിക്കാം. ഓക്കെ, ഇതെന്താ ചെയ്യുന്നത്? അപ്പൊ പീക്കില് സോണില്ല, സോൺ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ മൂഞ്ചിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഷേല് എടുത്തുണ്ടായിരുന്നു. അപ്പൊ അവന് നൈസിലൊരു ഹെഡ് അടിച്ച് മാസ് പെവറാണെങ്കിൽ പോവാണ്. ഷേഡിൽ വേറെ എനിമി ഉണ്ടായിരുന്നു. അവനെ ഹെഡ് അടിക്കാൻ പറ്റുമെന്ന് കുറെ നോക്കി. അപ്പൊ നമ്മൾ നേരെ ഹെഡ് അടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് വന്നപ്പോ കുത്തി പിടിച്ച് അവനങ്ങ് കൊന്നിട്ടുണ്ട്. അപ്പൊ ഇനി 14 പ്ലേയേഴ്സാണ്, അല്ല 13 പ്ലേയേഴ്സാണ് അലൈവായിട്ടുള്ളത്. ഒരുത്തനും കൂടി നമ്മൾ നൈസിലും എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മളെ കില്ലെടുത്ത് 9 കില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ 9 കില്ലാണ് കേസായത്. ഇനി 12 പേരാണ് അലൈവായിട്ടുള്ളത്. നമ്മളെ വെച്ച് 11 പേര്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളവരെ എങ്ങനെങ്കിലും പിടിക്കാന്നുള്ള മൈൻഡിൽ നിൽക്കാണ്. പിന്നെ 11 പേരായിട്ടോ. അപ്പൊ 11 പേരെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ നോക്കാണ്. ഏതെങ്കിലും പ്ലേസിനെ കാണുകയാണെങ്കിൽ അടിച്ചിടാന്നുള്ളൊരു മൈൻഡിൽ. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്ലേസിനൊന്നും കാണുന്നില്ല. മുകളിലോ സൈഡിലോ ബാക്കിലൊന്നും പ്ലേസിനൊന്നും കാണുന്നില്ല. അപ്പൊ നമ്മള് അങ്ങോട്ട് പോവാണ്. അപ്പൊ ബാക്കിൽ നിന്ന് ഒരിട്ട് നമ്മളെ നൈസിൽ അങ്ങോട്ട് നല്ല ഡാം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവനെ 24 വെച്ച് നൈസില് കുത്തിപ്പിടിച്ചു. ബട്ട് നോക്കായില്ല. വീണ്ടും നൈസ് ഹെഡ് എടുത്ത് അവനെ അങ്ങ് കൊന്നിട്ടുണ്ട്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇനി വെറും 5 പ്ലേയേഴ്സ് മാത്രമുള്ള അലൈവായിട്ടുള്ളത്. അപ്പൊ 5 പ്ലേയേഴ്സിനെ നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കണം എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുകയാണ്. അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെയാണ് നമ്മളെ സോണിന്റെ സംഭവം. അവിടെ എനിമി ഉണ്ടാന്ന് നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നോക്കുമ്പോ ഇവിടെയുള്ള ലൂട്ടില് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നമുക്കുള്ള ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാന്. പിന്നെ ഇവിടെ നിന്ന് എനിമീസിനെ കാണുന്നില്ല. നമ്മൾ വെറുതെ ഇതാക്കുന്നുണ്ട്, വെടിവെക്കുന്നുണ്ട്. ഏതെങ്കിലും സൗണ്ട് കേട്ട എനിമീസ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, പിന്നെ എനിമീസിനെ കാണുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്ത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ഓൾന്ന് സെറ്റ് ചെയ്താൽ ഞാൻ വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പ നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഇൻട്രോ വീഡിയോ ആണെന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ എനിമീസിനൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോവാണ്. ഓക്കെ, അവിടെയാണ് സോണ് സ്ട്രിങ്ക് ആവുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. വെച്ച് പിടിക്കാം. ഓക്കെ, ഇവിടെ നിന്ന് എനിമീസിനെ നമ്മൾ കുറേ നോക്കി. ഇവിടെ ഏതെങ്കിലും ഒരു എനിമി ഉണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ തല അടിച്ച് പൊളിക്കാന്ന്. അപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എനിമി മാത്രമേ നമ്മൾ എടുത്ത് അലൈവായിട്ടുള്ളൂ. അപ്പോൾ അവനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ നൈസിൽ ബൂയി അടിക്കാൻ പറയും. ഓക്കെ, ഫസ്റ്റ് വീഡിയോ അല്ല, സെക്കൻഡ് വീഡിയോ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് എനിമീസിനെ കാണുന്നില്ല. നമ്മൾ കുറേ നോക്കി. പിന്നെ അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ച് ചടച്ച് ഗൈസ്. എനിമീസിനെ കാണുന്നില്ല. പിന്നെ നമ്മൾ മറ്റേ ഡ്രോൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എനിമീനെ കാണാന്നുള്ളൊരു മൈൻഡിൽ നിൽക്കായിരുന്നു. ഡ്രോൺ എടുക്കാൻ മറന്നുപോയി. പിന്നെ നമ്മൾ സോൺ അങ്ങോട്ട് വന്ന് സിങ്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നേരെ വെച്ച് പിടിക്കാൻ അങ്ങോട്ട് സോണിന്റെ ഉള്ളിലോട്ട് കയറാൻ. പിന്നെ ഞാൻ നേരത്തെ കണ്ടാൽ മറ്റേ പേര് ഫുട്ബോൾ, യെസ്, ഫുട്ബോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പെവർ കാണിച്ച് അങ്ങോട്ട് പോവാൻ.
മാസമായിട്ട് ബൂയും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അവിടെയും ഇവിടെയും എല്ലായിടത്തും ചെക്ക് ചെയ്ത് എനിമിനെ കാണണമെങ്കിൽ നമുക്ക് അടിക്കാം എന്നുള്ള മൈൻഡ്. അപ്പൊ ചെക്ക് ചെയ്തിട്ടൊന്നും ആരെയും കാണുന്നില്ല. പിന്നെ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുന്നുള്ളൊരു മൈൻഡില് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴാണ് ഗൈസ് അവിടെ നമുക്കൊരു അടി വന്നത്. അപ്പൊ ചെക്ക ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മൾ അത്യാവശ്യം ഡാം വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ വേറെ മെഡിക്കറ്റ് അടിച്ച് അവനെ MP40 കുത്തിപ്പിടിച്ച് നോക്കാക്കാൻ നോക്കി. ബട്ട് അവൻ നോക്കായിട്ടില്ല. പിന്നെ ബോഡി ഷോട്ട് കൊടുത്തപ്പോൾ അവൻ നോക്കായി. അപ്പൊ നമ്മൾ നൈസിൽ ബൂയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യാൻ നിർബന്ധിപ്പിക്കുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.